ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പം മറ്റൊരു ഡിസൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മളൊരു സർക്കിളാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതിനുള്ളിലായിട്ട് മറ്റൊരു സർക്കിളൂടെ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും വരച്ച് കഴിയുമ്പോൾ ഒരു അടിപൊളി ഡിസൈനായിട്ട് വരുന്ന ഒരു ഡിസൈനാണ് നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈൻ. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് തന്നെ നോക്കുക. ഏറ്റവും ഔട്ടർ സർക്കിളുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഫിഗറിൽ തന്നിരിക്കും പോലത്തെ ആ കർവുകൾ നമ്മൾ ഇതുപോലെ തന്നെ വരച്ചെടുക്കുക. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഏറ്റവും ഉള്ളിലത്തെ സർക്കിളുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് കർവ് ലൈൻ ഇതുപോലെ കണക്ട് ചെയ്ത് ഒരു പൂവിൻ്റെ ഷേപ്പ് പോലെ ആക്കിയെടുക്കുക. ഉള്ളിലായിട്ട് ആ കർവുകൾ തമ്മിൽ ആ സർക്കിളുമായിട്ട് കണക്ട് ചെയ്ത് വരച്ചാൽ മാത്രം മതി, നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ആ ഫിഗറിൽ തന്നിരിക്കും പോലെ ഒരു കർവ് ലൈൻ ഇപ്പോൾ വരച്ച കർവുമായിട്ട് കണക്ട് ചെയ്ത് മിഡിൽ ഭാഗത്ത് ഇതുപോലെ തന്നെ വരച്ചെടുക്കുക. അപ്പോൾ അതും നമ്മൾ ചെയ്തു. ഇതെല്ലാം ചെയ്യുന്നത് സിമ്മട്രിക്കലായിട്ടാണ്. ഇനി നമ്മൾ വീണ്ടും അപ്പുറത്തെ സൈഡിലും ഇപ്പോൾ വരച്ച ഡിസൈൻ കണക്ട് ചെയ്ത് വീണ്ടും വരച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്താൽ എന്തായാലും നമുക്ക് ഈ ഡിസൈൻ ഒരു അടിപൊളി ഡിസൈനാക്കി മാറ്റാൻ പറ്റും. ഇനി നമ്മൾ ഒരു സർക്കിളാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു സർക്കിൾ വരച്ചെടുക്കാൻ പറ്റും. ഈ ഫിഗറിൽ തന്നിരിക്കും പോലെ ഏറ്റവും ഉള്ളിലായിട്ട് ഒരു സർക്കിൾ വരച്ചെടുക്കുക. ആ സർക്കിളുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് ട്രയാങ്കിൾസ് ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ആ ട്രയാങ്കിൾസ് കണക്ട് ചെയ്ത് വരച്ചെടുക്കുക. അപ്പോൾ ഇത്രയും ഭാഗം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതും വളരെ സിമ്പിളായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളും ഈ ട്രയാങ്കിൾസ് വെച്ച് കണക്ട് ചെയ്ത് വരച്ചു. ഞാനിപ്പോൾ ട്രയാങ്കിൾസ് വരച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നന്നായിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞ മെത്തേഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ വരച്ച ട്രയാങ്കിൾ ഒന്ന് ചെറുതാക്കി വരച്ചു. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഭംഗി കിട്ടണമെങ്കിൽ ഒന്നുകൂടെ ചെറുതാക്കി വരച്ചാൽ കുറച്ചുകൂടെ ഭംഗി കിട്ടുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചെറുതാക്കി വരയ്ക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വരച്ചതായിരിക്കും നേരത്തെ വരച്ചതിനേക്കാളും ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ ഇതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തപ്പോൾ ആ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ഏറ്റവും സിമ്പിളായിട്ടും അടിപൊളിയായിട്ട് നമുക്ക് ഇത്രയും വരച്ചെടുക്കാൻ പറ്റി. ഇനി നമ്മൾ ആ വി ഷേപ്പ് പോലത്തെ കർവ് ലൈന് ആ കോർണേഴ്സുമായിട്ട് കണക്ട് ചെയ്യാതെയാണ് മുമ്പോട്ടാക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ വി ഷേപ്പ് വരച്ചെടുക്കുക കോർണേഴ്സുമായിട്ട്. ഇനി നമ്മൾ അത് കണക്ട് ചെയ്ത് വരയ്ക്കേണ്ടിയിരിക്കുന്നു. അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ഈ ഫിഗർ പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മളത് കണക്ട് ചെയ്തിട്ട് ഫിഗറിൽ എങ്ങനെയാണോ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്മട്രിക്കലായിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഇത്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ബാക്കിയുള്ള കോർണേഴ്സിൽ ഇപ്പോൾ വരച്ച ഷേപ്പ് നമ്മൾ കണക്ട് ചെയ്ത് വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗം വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് പൂക്കളം ഉപയോഗിച്ച് നമുക്കിത് ഫില്ല് ചെയ്യാവുന്നതാണ്. ഏറ്റവും ഉള്ളിലായിട്ട് നമ്മളിപ്പോൾ കുറച്ച് കർവ് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ കർവ് ലൈൻ എന്തിനാണ് വരച്ചതെന്ന് വെച്ചാൽ അത് കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു ഷേപ്പ് കിട്ടും. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് വരച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇനി ഞാൻ അത് കണക്ട് ചെയ്ത് വരയ്ക്കാൻ പോവുകയാണ്. കണക്ട് ചെയ്ത്, അതായത് ആ എഡ്ജ് തമ്മിൽ കണക്ട് ചെയ്ത് വരച്ചു. അപ്പോൾ എനിക്കൊരു കാറ്റാടിയുടെ ഷേപ്പ് പോലെ കിട്ടി. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതിൽ നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സോ കളേഴ്സ് ഉപയോഗിച്ച് ഈ പൂക്കൾ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം പൂക്കളം ടീം.